ആ എടാ പിന്നെ ഇനി എന്തൊക്കെ വേണമെന്നുള്ള കാര്യം നീ വ്യക്തമായിട്ട് നോക്കിയിട്ട് പറയണം. അവിടെ വന്നിട്ട് അത് വേണം ഇത് വേണം എന്ന് പറയരുത്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റൂല. നോക്കിയാണ് ആ ഇനി അവിടെ വന്നിട്ട് വീണ്ടും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ആ അത് ശരി. ലിസ്റ്റ് പറഞ്ഞിട്ടില്ലേ? ആ കറിവേപ്പില. ആ ആ നീ അടുക്കളയിൽ പോയി നോക്കിയാണ്. അടുക്കളയകത്ത് ആ തക്കാളി ആ പാത്രങ്ങളിലൊക്കെ നോക്ക്. എല്ലാത്തിലും ആ പാത്രങ്ങളിൽ നോക്ക്. എല്ലാം ഇനി ഉണ്ടായില്ല എന്നൊക്കെ. ആ മോനെ ഇങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് ഒരു മിനിറ്റ്. പിന്നെ മോക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് അതും കൂടെ പറ കേട്ടാ. ഇടയ്ക്ക് വിളിച്ചാൽ മതി. ഓ ശരി. കവറൊക്കെ ഉണ്ടല്ലോ. ആ ഇത് കുറച്ച് ബീഫാടാ. ആണോ? നീ അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ മോൾക്ക് വിശേഷമുണ്ട്. ഇന്ന് രാധയും മോളും കൂടെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെയും കൂടെ അവനെ വിളിച്ചാണല്ലോ. ഒരു വാക്ക് പറഞ്ഞില്ല ഇതിനെ പറ്റി. ആരായിരുന്നോ? മോനേടാ അവൻ അച്ഛനായതിന്റെ ടെൻഷനില്ല. ഇന്ന് രാവിലെ വിളിച്ചപ്പോ പറയാണ് ഒറീസയിലെ ടീച്ചിങ് ജോലിയായി കളഞ്ഞിരിഞ്ഞ് വരട്ടെ അച്ഛാന്ന്. ഈ മണ്ട വേണമെങ്കിൽ അതും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറയാ ആ ജോലിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ആവാൻ പോണം. എടാ മോനെ അവൻ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവന്റെ ഒറീസയിലെ ടീച്ചിങ് ജോലി കണ്ടിട്ടാണ് പ്രിയയെ അവന്റെ കൂടെ അയച്ചത്. ആ ജോലിയും കളഞ്ഞു വന്നാലേ പ്രിയ അവളെ വീട്ടിൽ പോയിരിക്കും. ഈ മണ്ടത്തിലൊന്നും കാണിക്കാതിരിക്കാനേ നീ അവന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ശരി അച്ഛാ, അവൻ വിളിക്കട്ടെ, ഞാൻ സംസാരിക്കാം എന്തായാലും. നീ ഇപ്പൊ എങ്ങോട്ടാണ്? ഞാൻ പുറത്തോട്ടെ. എന്നെ ഒന്ന് വീട്ടിലാക്കാം. പിന്നെ ചെങ്കറിക്കോ അമ്മ പോവാം. ആ ആ മോനേടാ ഫോൺ ഒഴിക്കേ ആ മനീഷയുടെ കടയിൽ നിന്ന് നിർത്തണേ. ഓ ശരി ആയിക്കോട്ടെ. മോളെ അടുത്ത മാസം എന്താ മോളെ ഡേറ്റ് പറഞ്ഞേക്കുന്നേ? 28-ാം തീയതി. അമ്മേ ഞാനതൊക്കെ മൊബൈലിൽ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ കലണ്ടറിലും കൂടി നോട്ട് ചെയ്യണേ? എന്നാലുവേ കലണ്ടർ എഴുതുന്നതിന്റെ സുഖം ഒന്ന് വേറെ മോളെ. നിങ്ങൾ എത്ര മൊബൈലിൽ എഴുതിയിട്ടാലുവേ നമ്മൾ ഓടി വന്ന് കലണ്ടറി അടുത്ത മാസം ആശുപത്രി പോകുന്നൊക്കെ നോക്കുന്നത് ഒരു വലിയ സുഖമാണ്. നമുക്ക് പോട്ടെ. അച്ഛനും അമ്മ എന്നാ മോളെ വരുന്നേ? മറ്റന്നാ. അച്ഛന് ലീവ് കിട്ടില്ല അത്ര. എന്താ മോക്ക് വയ്യേ? കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞാന്റി വിളിക്കുന്നു. ഹലോ. ആ പറയടി. ആ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ആദ്യത്തെ അല്ലേ. അവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ചേച്ചിക്ക് 2 മക്കളല്ലേ. സുഖമായിട്ടിരിക്കുന്നു. ആ കൊടുക്കാടി മോളെ. കുഞ്ഞാന്റിയാ. ഹലോ ആന്റി. ആ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, അത് സാരില്ല. ആ ആ അമ്മ നോക്കുന്നുണ്ട്. ശരി. ആ ആ അമ്മയ്ക്കോ. ആ പറഞ്ഞോടി. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. അച്ഛൻ വന്നാ വന്നു പോട്ട് വരട്ടെ. മോനെ ഇറങ്ങ കഴിച്ചിട്ട് പോ. എന്നാലും അവൻ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞല്ലോ വെച്ചാ. അത് കളയടായി. അവൻ തിരക്കൊണ്ട് വിട്ടുകൂടെയായിരിക്കും. ആയിക്കോട്ടെ. ഇവനെ എവിടെ കിട്ടി? ഞാനേ ടൗണിൽ പോയി അച്ഛനോട് വെച്ച് കണ്ടു, അങ്ങനെ കൊണ്ടുവന്നതാ. തേങ്ങ വാങ്ങിച്ചായിരുന്നു. എന്തോന്നു? തേങ്ങ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞാൽ നിനക്ക് കടയിൽ പറഞ്ഞു തരണോ അല്ലേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം വിളിച്ച് ചോദിച്ചതാണ് നീ എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന്. അപ്പോൾ നീ പറയും ചെയ്തല്ലേ കരിവേപ്പില വാങ്ങണമെന്ന്. ഞാൻ തേങ്ങ വേറെ ജോലിയൊന്നുമില്ലല്ലോ അല്ലേ? അതെ, രണ്ടുപേരും നിർത്തിയേ. കൊച്ചു പിള്ളേരെ പോലെ അടി വിടല്ലേ. ഒരു അപ്പൂപ്പനും അമ്മൂമ്മ ആവാൻ പോവാണ്. തേങ്ങയല്ലേ, ഞാൻ പോയി മേടിച്ചോളാം. എന്താ മോനെ തക്കാളിയും കൂടെ വാങ്ങിക്കണേ? ശരി ശരി, കണ്ട ഞാൻ പോയി മേടിച്ചോളാം. ഇതാണുള്ള സ്വഭാവം. അത് ഞാൻ മേടിച്ചോളാം, കുഴപ്പമില്ല. ഫ്രീയല്ലേ? ഉണ്ടല്ലോ മോളെ. ഇനി വാ. പ്രിയേ, കൺഗ്രാറ്റ്സ്. താങ്ക്സ്. അപ്പൊ ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരാം. അമ്മേ, ഉച്ചക്ക് ബീഫ് കഴിക്കാൻ ഞാനും ഉണ്ടാകും കേട്ടോ. ഞാൻ പറഞ്ഞു. ഓ വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. മോക്ക് എന്തെങ്കിലും വാങ്ങണോ? ആ എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരി.
മനീഷ എന്താ നിന്റെ പ്ലാൻ? നീ എന്താ കളിക്കുവാണോ? പ്രിയേ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. എല്ലാവരും അറിയും മുമ്പ് നമ്മളൊന്ന് മുങ്ങാനുള്ള പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ആകെ എന്തോ ഒരു... പ്രിയേ, നിനക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞോണ്ടാണ്. ഇപ്പൊ വേണമെങ്കിൽ സമയമുണ്ട്, അബോട്ട് ചെയ്യാം. ഒന്നും പറ്റില്ല. ഇതിനെ കളഞ്ഞിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. എന്നെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കളയാനല്ലേ നിനക്ക്? അല്ലടി മണ്ടി, ഇപ്പൊ കൊച്ചും കൂടെ നമ്മൾ ഫിനാൻഷ്യലി ടൈറ്റ് ആയി പോകും. എന്ത് വന്നാലും ഞാൻ ഈ കൊച്ചിനെ കളയില്ല. ശരി, എന്തായാലും നമ്മുടെ കൊച്ചല്ലേ, നമുക്ക് വളർത്താം. വരുന്നു. എങ്ങോട്ട്? നമുക്കൊന്ന് കറങ്ങാം, സാധനമൊക്കെ വാങ്ങിക്കാം. ഒന്ന് പോയി അനീഷേ, അച്ഛനങ്ങനെ കണ്ടാണ്ടല്ലോ. ആ മരുന്ന് ഞാൻ മേടിച്ചോളാം. ആ ശരി ശരി. മോളെ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറ് ഇരിക്കുന്നു, ശാല എടുക്കട്ടെ? എന്നാലും അവർ ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2 ദിവസം മകളുടെ അടുത്ത് നിന്നിട്ട് പോയാൽ മതിയായിരുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന് ജോലിയും വേലയും ഉള്ളതാ, നിങ്ങളെ പോലെ ഉള്ളയാ. ഓ, ഒരു ദിവസം ലീവ് എടുത്ത് നിന്നാ കുഴപ്പം? ജോലിയും കൂലിയില്ലാത്തേ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓ മോളെ, അവൻ വിളിച്ചോ? വിളിച്ചു. അവൻ അടുത്ത മാസം വരുമെന്നാ പറഞ്ഞത്. എന്തിനാ ഇപ്പൊ അവൻ ചാടിക്കയറി വരുന്നത്? എവിടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ കയ്യില്ലേ? മോളെ, ഇച്ചിരി മാങ്ങ എടുക്കട്ടെ? അങ്ങനെ ചോദിക്കാടി, എടുത്ത് കണ്ടിച്ച് കൊടുക്ക്. മാങ്ങ എടുത്തോ. ഞാൻ ഒന്ന് കിടക്കട്ടെ അമ്മ. വല്ല എടുക്കണ്ട, മോള് കൈ കഴുകിട്ട് പോയി കിടന്നോ. വയ്ക്കോ, നമ്മൾ കഴിച്ചോളാം. അതെ, ഞാൻ ഗർഭിണിയായി ചെന്നപ്പോഴേ ഇതൊന്നും കണ്ടില്ലല്ലോ, ഈ സ്നേഹപ്രകടനങ്ങളൊന്നും കണ്ടില്ലേ? നിങ്ങളല്ലേ, ഞാൻ നിന്നെ ഒരിക്കൽ കൂടി ഗർഭിണിയാക്കിയാലാ. ഞാൻ കാണിച്ചു തരാം നിന്റെ സ്നേഹം. കൊച്ചു നിൽക്കുന്നു കേട്ടോ, വൃത്തിയായിട്ട് വർത്താനം പറഞ്ഞു കേട്ടോ. അവൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലേ? അതെ, അവനില്ലാത്തത് കൊണ്ടാ. അയ്യേ, ഒന്ന് പോയേ, കളിക്കല്ലേ. ഏടി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങത്തില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ആ വാതിലിലേക്ക് ആ ജനലിൽ വെച്ചേക്കേ കേട്ടോ. അതെ, വരുമ്പോ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ. നിനക്ക് എന്താ വേണ്ടേ? അലുവ. അലുവൊക്കെ ഞാൻ മേടിച്ചു തരാം. ഞാൻ അലുവയും കൊണ്ടോ നീ എനിക്ക് എന്ത് തരും? അയ്യേ, ഒന്ന് പോയേ, കളിക്കല്ലേ. എടി, നീ മൂട് കളയാതെ, നീ പറ, നീ എനിക്ക് എന്ത് തരും? ഒന്ന് പോയേ. വന്നിട്ടാണ് നിന്റെ നമ്പർ. സർപ്രൈസ്. നീ എന്തെങ്കിലും വായും പൊളിച്ചേക്കണേ? അല്ല, ഏട്ടനെപ്പെത്തി? ഞാൻ ഇപ്പൊ എത്തിയതേ. എടാ മോനെ, നീ എന്തിനാടാ ഇത്രയും വെപ്രാളപ്പെട്ട് വന്നത്? ഇവിടെ നിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ സ്നേഹമുള്ള കെട്ടിയമാര് ഭാര്യ ഗർഭിണിയാന്ന് അറിഞ്ഞാലേ എവിടെ ആണേലും അവർ ഓടിയെത്തും. ഇവിടെ ഒരാളുടെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. അത് അവക്ക് ഭയങ്കര സങ്കടമായിരുന്നു മോനെ, മോനില്ലാത്തതുകൊണ്ട്. ആ സങ്കടമൊക്കെ ഇപ്പൊ അങ്ങ് മാറിയില്ലേ? എടാ, നീ ലോക്കൽ ട്രെയിനിലാ വന്നേ? ഞാൻ തൽക്കാലല്ല, പിന്നെ നിങ്ങളാരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. സർപ്രൈസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, നീ എത്ര ദിവസം ലീവ് എടുത്തിട്ടാ വന്നത്? അവൻ ഇങ്ങോട്ട് വന്ന് കേറുന്നല്ലേ ഉള്ള മനുഷ്യ, അവനൊന്ന് ഇരിക്കട്ടെ. മനുഷ്യന്റെ ഒരു കാര്യം. അതെന്താടാ, നീ അവിടെയുള്ള കൂടും കുടുക്കായിട്ടാണോ വന്നിരിക്കുന്നത്? കൂടും കൊടുക്കുകയൊന്നും അല്ല അച്ഛാ, കുറച്ച് ടോയ്സും പിന്നെ ഇവക്കുള്ള കുറച്ച് പോഷകാഹാരങ്ങളാണ്. എടാ മണ്ട, അവക്ക് 2 മാസമല്ലേ ആയുള്ളൂ, അതിന് ഇപ്പോഴേ കളിപ്പാട്ടങ്ങളോട്ടൊക്കെ വരണോ? അതിനെന്താ, എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ടോയ്സ് കൊണ്ടുവന്നു. ഇനി ഈ വീട് ഫുള്ള് ഞാൻ പാർക്കാക്കാൻ പോവാ. അല്ലടാ, മോളാണെന്ന് നീ തീരുമാനിച്ച? ഇനിയിപ്പോ മോനാണെങ്കിലും ഞാൻ ഈ വീട് പാർക്കാക്കും.
ശരി, എന്താക്കിക്കോ. നീ വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? ഞാൻ കഴിച്ചാൽ ട്രെയിനിൽ നിന്ന്. ശരി. പിന്നെ കുളിക്കാൻ ചൂടുള്ള വല്ലതും ആണോ? വേണ്ട വേണ്ട, നിങ്ങൾ പോയി കിടന്നോ. വാ മനുഷ്യ. ശരി. ശരിടാ. ഏട്ടാ വാ. അതെ. എന്താണ് എന്താ കാണിക്കുന്നേ? താഴെക്ക് അയ്യടാ, ഇത് ഒരച്ഛന്റെ അവകാശമുണ്ട്. താഴെക്കാൻ അങ്ങനെ പറയും. എന്താ കാണിക്കുന്നത്? താഴെ ഇറക്കാൻ. പ്രിയേ, പ്രിയേ. എന്താ? എടി, നമുക്ക് കൊച്ചിനെ പേരിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ ഇവ, അമയ, തെന്നൽ എന്നൊക്കെ ഇടാം. ആൺകുട്ടിയാണെങ്കിൽ അദ്വൈത്, അമൽ. നിനക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇല്ല, ഞാൻ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് എന്തൊരു ഒരു ഉഷാറില്ലാത്തത്? ഹോസ്പിറ്റലിൽ പോകണോ? കുഴപ്പമില്ല. ആര് വന്നത്? നീ ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇല്ലടാ, നീ വന്നതല്ലേ, ഞാൻ ലീവാക്കി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എടാ, നീ വരുന്നാരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ പെട്ടെന്ന്? എടാ, ഞാൻ ഇവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ് വന്നതാ. പിന്നെ അത് നിന്റെ അടുത്ത് ഇനി പറഞ്ഞ തങ്കച്ചിപ്പാസം മൂത്ത് നീ ഇനി അവളുടെ അടുത്ത് ചോർത്തി കൊടുത്താലോ, അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ അളിയാ, ആകെ പ്ലാൻ ഫുള്ള് പോയി. എന്തോടാ? നീ എങ്കിലും ഇത്തിരി അവളുടെ അടുത്ത് പറഞ്ഞു കൊടു, ഗർഭിണിയായെന്നും പറഞ്ഞ് കെട്ടിയ ഭർത്താവിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലെന്ന്. എടി, നീ അമ്മയോട് അന്വേഷണം ചായ എടുക്കാൻ പറഞ്ഞു. വേണ്ട 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 വേണ്ട, ചായ ഒന്നും വേണ്ടോ, ഞാൻ വരുന്നതിന് കുടിച്ചിട്ടാ വന്ന. പിന്നെ നീ എന്നാ മടക്കയാത്ര? എടാ വൃത്തിയേട്ടവനെ, ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. അതല്ലടാ, ഞാൻ കുറച്ച് ദിവസം എൻ്റെ ഗർഭിണിയായ വൈഫിനെയും കൂട്ടി കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം. എടാ ഒരു മിനിറ്റേ. ഹലോ, എനിക്ക് എന്തായി, സെറ്റായോ? അനീഷ്, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കാകെ ശ്വാസം മുട്ടിയിട്ട് വയ്യ. എടി, നീ ടെൻഷൻ അടിക്കില്ലേ, ഞാൻ എല്ലാ കാര്യം അവനോട് പറഞ്ഞാലോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത്? നിന്റെ ഭാര്യയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണോ? അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടോ? അങ്ങനെയല്ല. നീയല്ലേ നമുക്ക് എവിടെങ്കിലും പോവാന്ന് പറഞ്ഞ, അതെന്തായി? അതെ, അജ്മീറിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ വഴി പോവാന്നാ വിചാരിച്ചത്. പക്ഷെ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ബെസ്റ്റ്. എന്നാ പിന്നെ അതൊക്കെ സെറ്റാക്കിട്ട് പോരായിരുന്നു ഈ പരിപാടിയൊക്കെ. എടി, നീ പറഞ്ഞോട്ടെ, ഞാൻ അത് ഒറ്റയ്ക്കും ഉണ്ടാക്കിയല്ലാണല്ലോ. അനീഷ, നീ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാൽ പറ്റുള്ളൂ, എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. നീ എനിക്കിത്തിരി സമയം എന്താ? അനീഷ് എപ്പം വന്ന്? ഞാൻ ഇപ്പൊ ഒന്നുള്ളമ്മേ. അല്ല, എന്തിനാ സമയം വേണോന്നൊക്കെ പറഞ്ഞത്? അത് അവക്ക് ഒരു ചെറിയ പെയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോട്ടിൽ മേടിക്കാൻ വേണ്ടി, ഞാൻ മറന്നും പോയി, അതാ സമയം സമയം എന്ന് പറഞ്ഞു. എടാ അരുണേ, നിന്റെ കൂട്ടുകാരനെ ഇവളിട്ട് ഒരുപാട് എടുത്ത് കഷ്ടപ്പെടുത്തുക. അവക്ക് വേണ്ടത് എന്തായാലും നീ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലേ ഇവനെ ഇട്ട് അവളെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. അയ്യേ, അത് കുഴപ്പമില്ല അമ്മേ, അവളെന്റെ അനിയത്തിയെ പോലെ അല്ലേ. എന്റെ ഭാര്യ ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ആവൂല. ഞാൻ 3 മാസത്തേക്ക് അവളെ അങ്ങ് കൊണ്ടുപോവാ. എന്റെ അമ്മ, ഞാൻ അവിടെ ഒരു ഫാമിലി അപ്പാർട്ട്മെന്റിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവള് ഗർഭിണി ആയതുകൊണ്ട് അതങ്ങ് പെട്ടെന്ന് സെറ്റായി. ബാക്കിയുള്ള 3 മാസത്തെ ചെക്കപ്പൊക്കെ അവിടെ നടത്താം. ഞാൻ ബില്ല് ഇല്ലേ നോക്കാം അവളെ. എടാ, നീ പറയുന്ന പോലല്ല, ഗർഭിണികളെ നോക്കാൻ ഭയങ്കര പ്രയാസമാണ്. അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചതാ. 6 മാസം കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിനു മുമ്പ് നമ്മളിങ്ങ് വരത്തില്ലേ. അല്ല ഏട്ടാ, ഏട്ടന് അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതെ, അച്ഛൻ ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മ അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇത് എന്തൊരു കഷ്ടം. ഈ ചെറുക്കന്റെ ഒരു കാര്യം.
അനീഷ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന പോലെ കേട്ടോ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പുള്ളി എന്നെ കൊണ്ടുപോകും. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിന്നോ? എനിക്ക് എന്താ ചെയ്യാം? നമുക്ക് നോക്കാം. ആ നീ കിടക്കുന്നില്ലേ? എടി, നീ ഒരു സംശയത്തിൻ്റെ ഇതിൽ നിന്നോണ്ടാ അച്ഛൻ പിന്നെ പോണ്ടെന്ന് കടുപ്പിച്ച് പറഞ്ഞു. നീ അപ്പോഴേ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, അച്ഛൻ സമ്മതിക്കുമായിരുന്നു. നീ ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? പ്രിയേ, ഞാൻ പറയണത് വല്ലതും കേട്ടാന്ന്? എടി, നിനക്കെന്താ വരാൻ താല്പര്യമില്ലേ? പ്രിയ, ഒരു കുഞ്ഞെന്ന് പറയണത് എൻ്റെ എന്തുമാത്രമുള്ള ഒരു സ്വപ്നമാണെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. പ്ലീസ് ഡാ. നിനക്ക് അമ്മയും അച്ഛനെയും വിട്ടു വരാനുള്ള വിഷമമാണോ? എടി, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം നമുക്ക്. അച്ഛൻ പിന്നെ പെട്ടെന്ന് ഇങ്ങ് വരുമായിരിക്കും. വീടൊന്നും വിട്ട് അച്ഛന് വലിയ പരിചയമില്ല, അതാ. ഇതാരുടെ കുഞ്ഞല്ല. നിന്റെ മാത്രമാണെന്നാണോ നീ പറയുന്നത്? ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്റെ വയറ്റിൽ വളർന്നത് അനീഷിന്റെ കുഞ്ഞ. അനീഷ്, ഒന്ന് പറയുന്ന ചതക്കായിരുന്നടി രണ്ടുപേരും കൂടെ എന്നെ. ഒരു വർഷമായിട്ട് ഇഷ്ടത്തില്ല. എടി, നിനക്ക് ഞാൻ എന്തെങ്കിലും കുറവ് ഇവിടെ വരുത്തിയിട്ടുണ്ടാടി? എൻ്റെ കൂടെ നടന്ന അവന് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. നീ പറ, നിനക്ക് ഞാൻ ഇവിടെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? നിനക്ക് എങ്ങനെയടി പറയടി. മോളെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ സത്യം പറ, ഇത് നീ തമാശക്ക് പറയുന്നല്ലേ? ഓക്കെ,
ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുഞ്ഞിനെ കളയാം. ഞാൻ ആരോടും പറയില്ല. നിനക്കൊരു തെറ്റുപറ്റിപ്പോയി, അത് ഞാൻ മനസ്സിലാക്കാം. പോരെ? എനിക്ക് അനീഷിന്റെ കൂടെ ജീവിക്കണം. മോനെ, ആ, അവിടെ എന്താ ബഹളം? ഒന്നുമില്ലമ്മ, ഫോണില്ല ശബ്ദം. നീ പുറത്തു പോ, എനിക്കൊന്ന് കരയണം. നീ പുറത്തു പോ. ഇറങ്ങി പോടി. പോ. ഹലോ അനീഷ, ഞാൻ അരുണനോടെല്ലാം പറഞ്ഞു പോയി. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. വേഗം വാ, നമുക്ക് എവിടെയെങ്കിലും പോവാം. എന്താ മോളെ? ഒന്നുമില്ലമ്മേ. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അരുണേട്ടൻ ആരോടെ ഫോണില് സംസാരിച്ചിട്ട് അവൻ നിന്നെ വഴക്കുമെല്ലാം പറഞ്ഞോ? ഈ സമയത്തെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. അവൻ നിന്നെ വല്ലതും പറഞ്ഞു അമ്മയോട് പറ. പിന്നെ അവനെ കഥ അടച്ചിട്ട് എന്ത് ചെയ്യുക? അരുണേ, അരുണേ, കഥ അടച്ചിട്ട് എന്ത് ചെയ്യുന്നു? അരുണേ, അരുണേ, അരുണേട്ടാ, അരുണേട്ടാ, അരുണേ, അരുണേട്ടാ, അരുണേട്ടാ. എന്തായി? അവൻ കഥ തുറക്കുന്നില്ല. ഉറങ്ങായിരിക്കും. മോനെ, അരുണേ, മോനെ, എടാ നീ എന്തെടുക്കാടെ? വാല് തുറക്ക് മോനെ. തുറക്കടാ വാതില്.